ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ആഷിഫിൻ. അൻസ വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് SS ഹ്യുണ്ടായി കാർ ഷോറൂം തിരുവല്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം GST ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കിയതിനു ശേഷം എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സുകളാണ് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു പുതിയ വാഹനം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് കിട്ടുന്നത്. ഓരോ വെഹിക്കിളിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പുറകിൽ കാണുന്ന ഹ്യുണ്ടായുടെ ഹോട്ട് സെല്ലിംഗ് വെഹിക്കിളായ മൈക്രോ SUV സെഗ്മെന്റിലുള്ള ഹ്യുണ്ടായി എക്സ്റ്ററിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ കിടക്കുന്നത് ഹ്യുണ്ടായുടെ എക്സ്റ്റർ SX ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. GST നടപ്പിലാക്കിയതിനു ശേഷം ജനപ്രിയ വാഹനമായ ഈ ഒരു വെഹിക്കിളിന് ഏകദേശം ഓൺ റോഡ് പ്രൈസ് 10,40,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ വെഹിക്കിളിന്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുവാണെങ്കിൽ നമുക്കൊരു H ഷേപ്ഡ് സിഗ്നേച്ചർ DRLs കാണാം. ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ് ആണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബൈ ഫംഗ്ഷൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കാണാം. ഇവിടെ ആയിട്ട് നമ്മൾ ഹ്യുണ്ടായുടെ ലോഗോ കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് എക്സ്റ്റർ എന്നുള്ള ഒരു ബാഡ്ജിങ് വളരെ മനോഹരമായിട്ട് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴോട്ടേക്ക് നമുക്ക് ഒരു SUV വെഹിക്കിളിന്റെ ബോർഡ് ലുക്കിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ സ്കിഡ് പ്ലേറ്റ്. അതൊരു കറുപ്പ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഡ്യുവൽ ടോൺ തോന്നിക്കുന്ന രീതിയിൽ അതിന്റെ സ്കിഡ് പ്ലേറ്റിനെ വളരെ മനോഹരമായി കമ്പനി ഒരുക്കിയിട്ടുണ്ട്. വെഹിക്കിളിന്റെ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും 15 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസും 15 ഇഞ്ചിന്റെ വീലുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മിറർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ മിറേഴ്സ് ആണ് വരുന്നത്. സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു ബ്രിഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് കാണാം. സൺറൂഫ് വരുന്നുണ്ട്, ഷാർപ്പിൻ ആന്റിന വരുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കിനും വെഹിക്കിളിന്റെ ലുക്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന, വെഹിക്കിളിനെ ലുക്സിനെ നിയന്ത്രിക്കുന്ന നമുക്കൊരു കുട്ടി സ്പോയിലറും കൂടെ ബാക്കിൽ കാണാം. 37 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് വെഹിക്കിളിനുള്ളിൽ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ്സ്, ഡിഫോഗേഴ്സ്, വൈപ്പർ വാഷർ, പുറകിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ബാക്ക് റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ്. ഏകദേശം 391 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വെഹിക്കിളിനുള്ളിൽ ഉള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് കമ്പനി വെഹിക്കിളിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 6.3 ഫീറ്റ് ഹൈറ്റ് ഉള്ള എനിക്ക് തന്നെ വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനായിട്ടും വളരെ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നമുക്ക് വെഹിക്കിളിനുള്ളിൽ കിട്ടുന്നുണ്ട്. ബാക്കിൽ വരുമ്പോഴത്തേക്കിനും ഈ ഫ്രണ്ട് സീറ്റിന്റെ സ്കൂപ്ഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ലെഗ് റൂമും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഹെഡ് സ്പേസും കാര്യങ്ങളും വെഹിക്കിളിനുള്ളിൽ നമുക്ക് കിട്ടും. എക്സ്റ്ററിന്റെ ടോപ്പ് വേരിയന്റ് ഈ ഒരു വെഹിക്കിളിനുള്ളിൽ സ്റ്റിയറിംഗ് വീൽസ് ഫുള്ളി ലെതർ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു വെഹിക്കിൾസിനകത്ത് കണ്ടുവരാത്ത ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് പാഡൽ ഷിഫ്റ്റേഴ്സ്. AMT വെഹിക്കിളിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. 8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വയർലെസ്ലി തന്നെ കിട്ടും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഈ ക്ലൈമറ്റ് കൺട്രോളിന്റെ തൊട്ട് താഴെയായിട്ട് വയർലെസ് ചാർജിങ് സോക്കറ്റ്, ഒരു ഗിയർ നോബ് നമുക്കിവിടെ കാണാം. ഇത് AMT എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ഓടിക്കാം, മാനുവലി ഓടിക്കാം. ജസ്റ്റ് ഈ ഒരു ലിവർ സൈഡിലോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വെഹിക്കിൾ മാനുവലിൽ ഓടിക്കാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട യൂസ് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് കാരണം ഗിയർ പ്ലസും മൈനസും നമുക്ക് ഈ സൈഡിലും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ വെഹിക്കിൾസിന്റെയും ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ബട്ടൺസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. വെഹിക്കിള് ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ നമുക്കൊരു ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ വരുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് വോയിസ് എനേബിൾഡ് ആയിട്ടുള്ള സൺറൂഫും അതുപോലെ തന്നെ വോയിസ് എനേബിൾഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഹ്യുണ്ടായി എക്സ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കിനും ഏകദേശം 90,000 രൂപയുടെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതായത് 90,000 രൂപയുടെ GST കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനുള്ള പ്രൈസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ഗ്രാൻഡ് i10 ന്യൂസിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം 75,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായി i20 വന്നു കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം 1,00,000 രൂപയുടെ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ പെർഫോമൻസ് വേരിയന്റ് ആയിട്ടുള്ള ഹ്യുണ്ടായി N-ലൈനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം 1,10,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായി വെന്യൂലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും 1,25,000 രൂപയുടെ GST ബെനിഫിറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഹ്യുണ്ടായുടെ പെർഫോമൻസ് വേരിയന്റ് ഹ്യുണ്ടായി N-ലൈനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും 1,30,000 രൂപയുടെ വരെ പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ പ്രീമിയം സെഡാൻ വെഹിക്കിളായ ഹ്യുണ്ടായി വെർണയിലോട്ട് വരുമ്പോഴത്തേക്കിനും ഏകദേശം 70,000 രൂപ മുതലുള്ള ബേസ് വേരിയന്റ് മുതൽ 70,000 രൂപയ്ക്കും മുകളിലോട്ടുള്ള GST പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ 7 സീറ്റർ വാഹനമായ ഹ്യുണ്ടായി ആൽക്കസാറിൽ
ഏകദേശം 75,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സെയിൽസ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും എന്ത് എൻക്വയറിക്കും വെഹിക്കിളിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസിനും വെഹിക്കിളിനെ പറ്റിയിട്ടുള്ള ഓരോ വേരിയൻസ് വൈസ് ആയിട്ടുള്ള വ്യത്യാസത്തിനും ഓരോ വെഹിക്കിളിന്റെ വേരിയന്റ് മാറുന്ന അനുസരിച്ചുള്ള പ്രൈസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് അശ്വിൻ. എൻ്റെ കോൺടാക്ട് നമ്പർ 85 89 99 78 75.